നടന്നവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ബെത്സൈദ കുളക്കരയിലെ രോഗശാന്തിയാണ്. ഇവിടെ പറയുകയാണ് 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ടിരുന്ന ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്, സൗഖ്യം കാത്തു കിടക്കുകയാണ്. അദ്ദേഹത്തോടാണ് ഈശോ എന്നിട്ട് ചോദിക്കുന്നത്, സുഖം പ്രാപിക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ട്? ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് ദൈവം പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം വേണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈശോ അവനോട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് സുഖം പ്രാപിക്കാനായിട്ട്, സൗഖ്യം പ്രാപിക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ട്? 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനോടാണ് ഈ ചോദ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ പറയുകയാണ്, ഒരു വിഷമം പറയുകയാണ്, ഈ മാലാഖ വന്ന് കുളത്തിലെ വെള്ളം ഇളക്കുമ്പോൾ അതിലേക്ക് എന്നെ ഇറക്കാനായിട്ട് ആരുമില്ല. മാലാഖ സൗഖ്യം നൽകും എന്നെനിക്കറിയാം, ദൈവം മാലാഖയിലൂടെ പ്രവർത്തിക്കും എന്നെനിക്കറിയാം. പക്ഷെ ആ സമയത്ത് ഈ സൗഖ്യം സ്വീകരിക്കാനായിട്ട് എന്നെ ഒരുക്കാനായിട്ട് ആരുമില്ല. എന്ന് പറഞ്ഞാൽ എന്നെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല. ഞാൻ വരുമ്പോഴേക്കും വേറൊരുത്തൻ ഇറങ്ങി കഴിഞ്ഞിരിക്കും. ആദ്യമായിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നവനാണ് സൗഖ്യം ലഭിക്കുക. ഇദ്ദേഹത്തിന്റെ വിഷമം പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഈശോ പറയുകയാണ്, ദൈവം മാലാഖയിലൂടെ നിനക്ക് സൗഖ്യം നൽകുന്നതല്ല, മറിച്ച് ദൈവപുത്രൻ നിനക്ക് നേരിട്ട് സൗഖ്യം നൽകുന്നതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോഴും നമ്മളും ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ ഇതുപോലെ നമ്മളും ഇങ്ങനെ നിരാശപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ഒരുപാട് നാള് കാത്തിരുന്നു. നമ്മളെപ്പോഴും ആലോചിക്കണം, 38 വർഷമൊക്കെ നമ്മൾ ഒരേ നിയമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാത്തിരുന്നിട്ട് കിട്ടുന്നില്ല എന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ മനുഷ്യൻ പറയുകയാണ്, 38 വർഷം ഞാൻ കാത്തിരുന്നതാണ്, ഞാൻ ആഗ്രഹിച്ചതാണ്, എന്നിട്ടും എനിക്ക് കിട്ടില്ല. പക്ഷേ ദൈവം അല്ലെങ്കിൽ ഈശോ ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. ഇതാണ്, നിരാശയില്ലാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്ത് ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും. നിരാശയില്ലാതെ പ്രാർത്ഥിക്കും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്